ഒരു ഉദ്യോഗസ്ഥയെ ബലിയാടാക്കി 2 മന്ത്രിമാർ രക്ഷപ്പെടുന്നു. അതാണ് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. വിഷയം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആർ സുഗതൻ എന്ന BJP കൗൺസിലർക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. എവിടെ നിന്നാണ് ഫയൽ ആരംഭിക്കുന്നത്? ജയിലിൽ നിന്ന്, എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിൽ നിന്നും. അതെന്തിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് വന്നത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും KM ഷാജി എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അവരറിയാതെയാണ് ഇത്തരമൊരു തീരുമാനം അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥ എടുത്തത് എങ്കിൽ ആ 2 സ്ഥാനത്തിരിക്കാൻ ഈ 2 മന്ത്രിമാർക്കും യോഗ്യതയില്ല എന്ന് ഉറപ്പിച്ചു പറയാം. മന്ത്രിമാർ പറയുന്നതല്ല ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മന്ത്രിയാകുന്നില്ല എന്ന്, മന്ത്രിയെ അനുസരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്ന്. നാണംകെട്ട അവസ്ഥയാണ്. അതുതന്നെയാണോ ആഭ്യന്തര വകുപ്പിലും? സംശയിക്കേണ്ടിയിരിക്കുന്നു. അവധി അപേക്ഷ നൽകുന്നത് ജയിൽ സൂപ്രണ്ടിനാണ്. അത്തരമൊരു അവധി അപേക്ഷ നൽകാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആർ സുഗതൻ ജയിൽ സൂപ്രണ്ടിന് കത്ത് നൽകുന്നു. അവിടെ അവസാനിപ്പിക്കാം ഇത്. കാരണം അത്തരം ഒരു അവധി അനുവദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരം അപേക്ഷ നൽകുന്നതിന് വേണ്ടി ജയിൽ വകുപ്പ് വഴി കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ജയിൽ. ഈ കത്ത്, ആർ സുഗതൻ്റെ കത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നു, ആഭ്യന്തര വകുപ്പിലേക്ക് പോകുന്നു. സ്വാഭാവികമായും മന്ത്രി കണ്ടിട്ടുണ്ടാകും. മന്ത്രി കണ്ടിട്ടാണോ ഇല്ലയോ എന്ന് ഇതുവരെയും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടില്ല. അവിടെ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയക്കുന്നു. എന്തിന്? ആഭ്യന്തര വകുപ്പിന് തന്നെ തീരുമാനമെടുക്കാം, ജയിൽ വകുപ്പിന് തീരുമാനമെടുക്കാം. അതെടുത്തില്ല. പിന്നെ ആഭ്യന്തര വകുപ്പിലേക്ക് പോകുന്നു, സെക്രട്ടേറിയറ്റിൽ പോകുന്നു. അവിടെ നിന്നും തീരുമാനമെടുത്ത് ഫയൽ ക്ലോസ് ചെയ്യാം. എന്താണ് രാഷ്ട്രീയ തീരുമാനം എന്ന് വെച്ചാൽ അവധി അപേക്ഷ നൽകാൻ അനുവാദം നൽകണമെങ്കിൽ അങ്ങനെ, നൽകണ്ടായെങ്കിൽ അങ്ങനെ. അവിടെ നിന്നും ഈ അപേക്ഷ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് പോകുന്നു. ഒരു ആവശ്യവുമില്ല. എന്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് വന്നു? ആ ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ആരാണ് അതിന് ഉത്തരവാദി? മന്ത്രി കാണാതെ ഫയൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് പോകുമോ എന്ന സംശയവുമുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു, ഞാൻ ഫയൽ കണ്ടിരുന്നു, ഇത് അനുവദിക്കേണ്ടതില്ല എന്നാണ് ഞാൻ നോട്ട് എഴുതിയത് എന്നാണ്. അതിനെ മറികടന്ന് അണ്ടർ സെക്രട്ടറി ഒരു തീരുമാനമെടുക്കും. മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് അണ്ടർ സെക്രട്ടറി തീരുമാനമെടുത്തിട്ടുണ്ടാകുമോ? ഇല്ല. രാഷ്ട്രീയ തീരുമാനം എടുത്തിരുന്നത് ആര്? KM ഷാജിയാണോ? അതല്ല രമേശ് ചെന്നിത്തലയാണോ? അതിനു മുകളിൽ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? പിന്നെ ആരാണ് ഇടപെടാൻ കഴിയുക? മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഉണ്ടെങ്കിൽ പറയണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, അതല്ലെങ്കിൽ പറയണം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, ഞങ്ങൾ 2 പേരും ഇത്തരമൊരു അവധി നൽകരുത് എന്നാണ് എഴുതിയത്. പിന്നെ അതിനപ്പുറത്തേക്ക് ആരാണ് മന്ത്രിമാരുടെ തീരുമാനത്തെ ഓവർറൂൾ ചെയ്യാൻ കഴിയുക? മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടോ? വലിയ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. BJPയുടെ ഭരണം തിരുവനന്തപുരത്ത് നിലനിർത്താൻ BJPയെക്കാളും താല്പര്യം കാണിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണോ? PD സതീശനാണോ? അത് കണ്ടെത്തേണ്ടേ? അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. പക്ഷേ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയുന്നില്ല. എന്തായാലും ഡോക്ടർ ചിത്ര അരുണിമയെ സസ്പെൻഡ് ചെയ്തതോടുകൂടി ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട്. നാളെ കല്ലും പതിരും തിരിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPയുമായി ഡയറക്റ്റ് ബന്ധം, BJPയാണ് കേരളം ഭരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്. ഇതാ ഒടുവിലത്തെ ഉദാഹരണവും. BJPയുടെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിർത്താൻ പാടുപെടുന്നത് UDF ആണ്, UDF സർക്കാരാണ് എന്ന്.